രാഹുൽ മാങ്കൂട്ടം ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടൻ ഊട്ടി വളർത്തുന്ന സൈബർ പടയ്ക്ക് ഓരോ ക്യാപ്സ്യൂളുകൾ നിർമ്മിച്ചു നൽകുമായിരുന്നു. ഇങ്ങനെയുള്ള ഈ സൈബർ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ ഒരു നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറായിരുന്നു. ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഉയർത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൊട്ടത്തെറ്റാണ് എന്നുള്ള രീതിയിലാണ് രാഹുൽ കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടുകൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പടം മുഴുവൻ ഉത്തരം മുട്ടി നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ തെറി പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരു കൊടും ക്രിമിനലാണ്. ആ കൊടും ക്രിമിനലിനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പടത്തിനെ തള്ളിപ്പറയുന്ന ദിവസങ്ങൾ വിദൂരമല്ല, മണിക്കൂറുകൾ വിദൂരമല്ല എന്നാണ് പറയാനുള്ളത്. നമസ്കാരം. ഓരോ ദിവസം കഴിയുന്തോറും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം രാഹുലിന് കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രാഹുലിന്റെ സൈബർ പട രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല സത്യം എന്നുള്ളതാണ് ഇപ്പൊ തെളിയുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയാം? അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പറ്റിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടൻ ഊട്ടി വളർത്തുന്ന സൈബർ പടയ്ക്ക് ഓരോ ക്യാപ്സ്യൂളുകൾ നിർമ്മിച്ചു നൽകുമായിരുന്നു. ഈ ക്യാപ്സ്യൂളുകൾ നിർമ്മിച്ചു നൽകുന്നത് രാവിലെ തന്നെ കിട്ടുമ്പോൾ തന്നെ ഇത് ഇവരുടെ ഒരു 10,000 സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ കൂടെയൊക്കെ ഇത് പ്രചരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഈ സൈബർ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ ഒരു നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറായിരുന്നു. അപ്പൊ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഉയർത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൊട്ടത്തെറ്റാണ് എന്നുള്ള രീതിയിലാണ് രാഹുൽ കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? വിവാഹിതയാണ് എന്ന സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഈ പെൺകുട്ടി പ്രണയിച്ചത് എന്നാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാൻ പാടുണ്ടായിരുന്നില്ല ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്നുള്ള കാര്യം എന്നാണ് രാഹുൽ ഈശ്വർ പൊതുസമൂഹത്തിന് മുമ്പിൽ സമർത്ഥിക്കാൻ വേണ്ടി നിന്നത്. നാണമില്ലാത്തവനായി മാറിയിരിക്കുന്ന രാഹുൽ ഈശ്വർ എന്നുകൂടി ഈ അവസരത്തിൽ പറയേണ്ട ഒരു അവസ്ഥയുണ്ട്, ഒരു ഗതികേടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മറിച്ച് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പെൺകുട്ടി വിവാഹമോചിതയാണ് എന്നറിയാമായിരുന്നു, ഭർത്താവിൽ നിന്ന് നിരന്തരം പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്ന കഥയുമായിട്ടാണ് ഈ പറഞ്ഞ സ്ത്രീ, ഈ ഇര രാഹുൽ മാങ്കൂട്ടത്തെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, രാഹുൽ മാങ്കൂട്ടം തന്നെ തങ്ങളുടെ സൈബർ പടയ്ക്ക് ഒരു ക്യാപ്സ്യൂൾ ഇട്ട് കൊടുക്കുന്നു. അത് വിവാഹിതയായ ഒരു സ്ത്രീ അത് മറച്ചു വെച്ചുകൊണ്ടാണ് തന്നെ പ്രണയിച്ചത് എന്ന രീതിയിൽ ഇട്ടുകൊടുക്കുന്നു സൈബർ പടയ്ക്ക്. പക്ഷേ അത് നിയമപരമായിട്ട് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പല പല ചാറ്റുകളിലും അത് പിന്നീട് ഉത്തരം മുട്ടിക്കുന്നതായി മാറും എന്ന സത്യം തിരിച്ചറിഞ്ഞ രാഹുലിന്റെ വക്കീൽ എന്ത് പറഞ്ഞു? സത്യം സത്യമായി തന്നെ കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്താ സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയുടെ മുമ്പിൽ സമ്മതിക്കേണ്ടതായിട്ട് വന്നു. വിവാഹിതയാണ് എന്നുള്ള കാര്യം തനിക്കറിയാമായിരുന്നു, വിവാഹമോചിതയാണ് എന്നുള്ള കാര്യവും തനിക്കറിയാമായിരുന്നു, ഭർത്താവിൽ നിന്ന് പീഡനമേറ്റിരുന്നു എന്ന കാര്യവും തനിക്കറിയാമായിരുന്നു. അതോടുകൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പടം മുഴുവൻ ഉത്തരം മുട്ടി നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ തെറി പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ തന്നെ പറ്റിച്ച മാതിരി ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് ഇര പരാതി നൽകി എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ട് ഏതെങ്കിലും സൈബർ പോരാളികൾ രംഗത്തുണ്ടോ? ഇനിയും നേരം വെളുക്കാത്ത ചില വാളിപ്പിള്ളേർ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും ഇയാളെ ന്യായീകരിച്ചുകൊണ്ടുണ്ടോ? ഇന്ന് തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ സമുന്നതരായ പല നേതാക്കന്മാരും പരാതി നൽകാൻ വേണ്ടി പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഇവരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തന്നെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് തന്നെ ഇപ്പൊ മാറാൻ വേണ്ടി പോവുകയാണ്. അതുകൂടാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെല്ലാം സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമല്ല, ഇത് AI നിർമ്മിതമാണ് എന്ന് ആരാ പറഞ്ഞത്? UDFന്റെ കൺവീനറാണ് പറഞ്ഞത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ സമ്മതിക്കേണ്ടി വന്നിട്ടില്ലേ? ആ ജാമ്യാപേക്ഷയിൽ കൃത്യമായി പറഞ്ഞിട്ടില്ലേ അതിൽ കേൾക്കുന്ന സ്വരം തൻ്റേത് തന്നെയാണ് എന്ന് അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ? അപ്പൊ ഇത് AI നിർമ്മിതമാണ് എന്ന് പറഞ്ഞ UDF കൺവീനറുടെ അവസ്ഥ എന്തായി? അയാൾക്കിനി കേരള പൊതുസമൂഹത്തിൽ എന്തു വിലയാണുള്ളത്? അദ്ദേഹമല്ല UDFനെ നയിക്കുന്ന UDFന്റെ കൺവീനർ എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന അടൂർ പ്രകാശൊക്കെ UDF കൺവീനർ സ്ഥാനം രാജിവെക്കണം. കാരണം ഇത്രയും ഗൗരവകരമായി ഒരു പെൺകുട്ടി തൻ്റെ ഒരു ജനപ്രതിനിധിയാണ്, ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനാണ്, അയാളുടെ അടുത്ത് ഒരു യുവതി സ്വാഭാവികമായിട്ടും തനിക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് ഏറ്റിട്ടുള്ള പീഡനങ്ങളുടെ കഥ അഴിച്ചിടുന്നു.
പരസ്പരം അവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. ഈ നാട്ടിൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരുമായിട്ട് പ്രണയത്തിലാകുന്ന ഒരു അപൂർവ ജന്മമായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടം. ഒരു ജനപ്രതിനിധിയാകുമ്പോഴത്തേക്ക് ജനപ്രതിനിധിയായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചേക്കാം. അവരെ ഒന്ന് നേരിട്ട് ടെലിഫോണിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നും സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, അത് യുവാക്കളായ നേതാക്കന്മാരായിട്ടൊക്കെ യുവതികളായിട്ടുള്ള നേതാക്കന്മാരായിക്കോട്ടെ, ഇവരൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരാണ്. പക്ഷെ ആ ബന്ധങ്ങൾ ഏത് നിലയിൽ നിലനിർത്തണം എന്ന് ചിന്തിക്കേണ്ടതും നിർത്തേണ്ടതും അവരവരുടെ ഉത്തരവാദിത്വമാണെന്നേ. ഇത് ഏതെങ്കിലും ഒരു ഫീമെയിൽ പ്രൊഫൈലിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രായമോ അവരുടെ സ്ഥാനമോ ഒന്നും നോക്കാതെ തന്നെ അവരോട് വളരെ മോശമായ രീതിയിൽ, നെഗറ്റീവായ രീതിയിൽ തന്നെ ഒരു തിരിച്ചു മറുപടി നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അവരെ ആ ഒരു രീതിയിൽ മാത്രം കണ്ട്, അവരെ ഒരു സ്ത്രീ ശരീരമായി മാത്രം കണ്ടുകൊണ്ട് അവരുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഇനിയെങ്കിലും കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണ്ടേ? ഇനിയും എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സോഷ്യൽ മീഡിയ പടയ്ക്ക് ന്യായീകരിക്കാനായിട്ടുള്ളത്? ഇവരിപ്പം സൈബർ പടയനെ മാത്രമല്ല രാഹുൽ പറ്റിച്ചേക്കുന്നത്, കോൺഗ്രസ് അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയെ തന്നെ, സ്വന്തം പാർട്ടിയെ ഓൾറെഡി പറ്റിച്ചു കഴിഞ്ഞു. സ്വന്തം പാർട്ടിയിലെ തന്നെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്കും ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ, അവരുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ, ഇതൊക്കെ ഇനിയും പുറത്തു വരാൻ വേണ്ടി കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. എന്തെങ്കിലും തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്ന ആളുകൾ പാലിക്കേണ്ട കുറച്ചൊക്കെ ഒരു സാമാന്യ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള രാഹുൽ മാങ്കൂട്ടന്മാർ ഇവിടെ സൃഷ്ടിക്കപ്പെടും, ഇനിയും സൃഷ്ടിക്കപ്പെടും. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സൈക്കോപാത്താണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിന് മറ്റൊരു പദം നമുക്ക് ഉപയോഗിക്കാനില്ല. മുമ്പിൽ കാണുന്ന എല്ലാ പെൺകുട്ടികളോടും പ്രണയമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇപ്പൊ കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന എന്തിനാണ്? താൻ നിരപരാധിയാണ്, പരസ്പര സമ്മതത്തോടെയാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണെന്നുള്ളത്. ഈ പെൺകുട്ടി എന്താണ് പറയുന്നത്? തന്നെ റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്, ആ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്, ഗർഭിണിയായിരിക്കെ. അതുകൂടാതെ തന്നെ ഗർഭചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശാസ്ത്രീയമായ രീതിയിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുലിന്റെ ഒരു കൂട്ടുകാരൻ ഒരു മരുന്ന് കട നടത്തുന്ന ഒരാള് ഒരു മരുന്ന് ഒരു യാതൊരുവിധ പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ കൊണ്ടു കൊടുക്കുന്നു, അത് കഴിക്കുന്നു. അത് കഴിച്ചതിന് ശേഷം അവർക്കുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ ദൈവാനുഗ്രഹം കൊണ്ട്, ഒരുപക്ഷെ രാഹുലിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം, ഈ ഇര എന്ന് പറയുന്ന പെൺകുട്ടി ഹോസ്പിറ്റലിനെ സമീപിക്കുന്നു, നല്ല ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് എടുക്കുന്നു. അതല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ, ആ ഇരയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഈ സാഹചര്യത്തെയൊക്കെ നിസാരവൽക്കരിച്ചു പോകാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് എന്തു തോന്നിവാസവും വിളിച്ചു പറയുന്ന സൈബർ പടയ്ക്കും മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷെ സൈബർ പട 2 ദിവസമായിട്ട് സൈലന്റ് ആണ്. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടം ഈ യുവതിയുടെ കുറെ ചാറ്റുമൊക്കെ ആയിട്ട് രംഗത്ത് വരും, അപ്പൊ അത് വെച്ച് തങ്ങൾക്ക് ആഘോഷിക്കാം. അതുകൂടാതെ ഈ ഇരയുടെ ഫോട്ടോ ഏതെങ്കിലുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടും, അത് വെച്ച് തങ്ങൾക്ക് ആഘോഷിക്കാം, അവരെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകളുമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പട ഇരുന്നത്. അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പടയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാപ്സ്യൂളുകൾ എല്ലാ ദിവസവും രാവിലെ നിർമ്മിച്ചു നൽകുന്നത്. അപ്പൊ അങ്ങനെ രാഹുൽ മാങ്കൂട്ടം തന്നെ തന്റെ സൈബർ പടയ്ക്ക് പറഞ്ഞു കൊടുത്ത ക്യാപ്സ്യൂളുകൾ തിരുത്തേണ്ട ഗതികേടുണ്ടായില്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്? ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പട വിശ്വസിക്കുകയോ? ഇനി രാഹുൽ മാങ്കൂട്ടത്തെ വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഏതെങ്കിലും ഒരു കമന്റ് ഇടുവോ? ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ മാത്രം ഇപ്പോഴും കിടന്ന് പറയുന്നുണ്ട്, കള്ളി 4 ദിവസം മാത്രമാണോ നിങ്ങൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്? നിങ്ങൾ 1 മാസം വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ? 1 മാസത്തിന് ശേഷമല്ലേ നിങ്ങൾ വേർപിരിഞ്ഞത് എന്നൊക്കെ പറയുന്നു. ആ ഇരയുടെ ഭർത്താവുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നു. എന്തൊക്കെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളുമാണ് പറയുന്നത്. അത് കൂടാണ്ട് തന്നെ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യം എന്താണ്? ഞാൻ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് കുറച്ച് സമയം മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു. സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ലായിരുന്നു ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന കാര്യം. എന്തൊരു പച്ച കള്ളമാണ് ഈ രാഹുൽ ഈശ്വർ വിളിച്ചു പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ കള്ളം പറയുന്ന കള്ളനല്ലേ രാഹുൽ ഈശ്വര്? ഈ രാഹുൽ ഈശ്വരൊക്കെ ഈ പണി നിർത്തി വീട്ടിൽ കയറേണ്ട സമയമായില്ലേ? ഇനി രാഹുൽ ഈശ്വറിന് പറയാൻ പറ്റും ഇവിടുത്തെ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ആ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് താൻ ഇത്രയും ശക്തിയുക്തം വാദിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ചെയ്യുന്ന PR പരിപാടിയാണിത്. രാഹുൽ ഈശ്വർ അല്ലാണ്ട് ഒരു സാമൂഹിക പ്രതിബദ്ധത വെച്ചിട്ട് ഇവിടെ പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമൊന്നുമല്ല ഇത് PR വർക്കാണ്, പക്ക PR വർക്കാണ്. അത് ആ ഒരു സത്യം ഇന്നിപ്പോ ലോകം തിരിച്ചറിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ എന്താണ് പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പട എന്താണ് പറഞ്ഞത്? അതിൽ നിന്നെല്ലാം നേരെ വ്യത്യസ്തമായിട്ട് വിപരീതമായിട്ടാണ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം ജാമ്യാപേക്ഷയിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്.
അതോടുകൂടി ഇവരുടെയൊക്കെ ക്രെഡിബിലിറ്റി അവിടെ പോയെന്നേ. രാഹുൽ ഈശ്വറിന്റെ ഒക്കെ ക്രെഡിബിലിറ്റി അവിടെ പോയി. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇന്നോ നാളെയോ പോലീസ് കസ്റ്റഡിയിലാവും. ഒരുപക്ഷെ ഇപ്പോൾ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച കോടതി പരിഗണിച്ച് അതിലൊരു തീരുമാനമാകാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ രാഹുലിന്റെ സൈബർ പടയ്ക്കുമുണ്ട്, അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറിനുമുണ്ട്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു രാഹുൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ പെടും. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാലക്കാട് തന്നെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഇന്ന് രാവിലെ ഓൺ ആയിരുന്നു. ഒരുപക്ഷെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, സിനിമകളിൽ മാത്രമല്ല ചില നടന്നിട്ടുള്ള ക്രൈം സ്റ്റോറീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്താണ്, ഒരു മൊബൈൽ ഫോൺ ഏതെങ്കിലും ഓൺ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു പാണ്ടിലോറിയുടെ മുകളിലേക്ക് ഇടും. ഈ പാണ്ടിലോറി ചിലപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോകും. അപ്പൊ പോലീസ് സംഘം ഈ പാണ്ടിലോറിയുടെ പുറകെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതുകൂടാണ്ട് റിയൽ ആയിട്ടുള്ള ലൈഫിൽ ക്രൈം സ്റ്റോറികളിൽ പലതിനും അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ രാഹുൽ മാങ്കൂട്ടം തന്റെ മൊബൈൽ ഫോൺ ഇവിടെ വെച്ചിട്ട് മറ്റെവിടേക്കെങ്കിലും മാറിയിരിക്കുന്നതാണോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കോടതിയെ ബോധിപ്പിക്കണ്ടേ. പാലക്കാട് വിട്ടു പോയിട്ടില്ല എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോൺ പാലക്കാട് നിയോജക മണ്ഡലത്തിന് അകത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും കോയമ്പത്തൂരായിരിക്കും. താൻ എവിടെയും പോകില്ല, താൻ ആരെയും പേടിക്കില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിയമത്തിന് അനുസരിച്ച് ഞാൻ നിൽക്കും, നിയമത്തിന് മുന്നിൽ ഞാൻ ഒളിച്ചോടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ 2 ദിവസമായെന്നേ മുങ്ങിയിട്ട്. 2 ദിവസമായി. മിനിഞ്ഞാന്ന് ഉച്ച മുതൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാടില്ല, കേരളത്തിലില്ല. രാഹുൽ മാങ്കൂട്ടത്ത് ഒരു പത്രക്കാർക്ക് മുമ്പിലും വരുന്നില്ല. അതല്ലെങ്കിൽ എല്ലാ പത്രക്കാരെയും വെല്ലുവിളിച്ചുകൊണ്ട് എന്തെല്ലാം വീമ്പളക്കലുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ളത്. ആ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങാത്തത്? നീ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാത്തത് എന്തുകൊണ്ടാണ്? രാഹുൽ മാങ്കൂട്ടം ഒന്ന് മറുപടി പറയണമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പൊ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും രംഗത്തുണ്ടോ? ആരെങ്കിലും രംഗത്തുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പടയിൽപ്പെട്ട ഏതാനും ചില വാളിപ്പിള്ളേരല്ലാതെ വേറെ ആരെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് രംഗത്തുണ്ടോ? ഇല്ലല്ലോ. പരാതികൾ ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന ആളുകളൊക്കെ രംഗത്ത് വരുമെന്നേ. ഇനി രംഗത്ത് വരാതിരിക്കാൻ സാധിക്കത്തില്ല. പരസ്പരം ഇവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവരും കരുതിക്കൊണ്ടിരിക്കുന്നത് തന്നെ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് എന്നാണ്. പക്ഷെ ഇപ്പോഴല്ലേ സത്യം പുറത്തറിയുന്നത്. ഇപ്പൊ സത്യം പുറത്തറിയുമ്പോൾ എന്താണ്, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കാമുകനായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ള രീതിയിലേക്കല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചില മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ വന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് സ്വയമേ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്ന തെറ്റെന്താണെന്നും അതിന്റെ വ്യാപ്തി എന്താണെന്നും അവരൊരു 2 വട്ടം ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനുശേഷം വേണം പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇതുപോലെയുള്ള തേർഡ് റേറ്റ് പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ട്. രാഹുൽ മാങ്കൂട്ടം ഒരു കൊടും ക്രിമിനലാണ്. ആ കൊടും ക്രിമിനലിനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ പട തന്നെ തള്ളിപ്പറയുന്ന ദിവസങ്ങൾ വിദൂരമല്ല, മണിക്കൂറുകൾ വിദൂരമല്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പോലീസ് വലയത്തിൽ പെടുക തന്നെ ചെയ്യും. കേരള പോലീസിന് അതിനുള്ള ആർജവമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് സെഷൻസ് കോടതിയിൽ നിന്ന് ഒരിക്കലും ജാമ്യം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയേക്കാം. കാരണം നടൻ വിജയബാബുവിന് വരെ, ഇരയുടെ പേര് വെളിപ്പെടുത്തിയ നടൻ വിജയബാബുവിന് വരെ ജാമ്യം കിട്ടിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയേക്കാം. പക്ഷെ ആ ജാമ്യം കിട്ടി എന്ന് കരുതി രാഹുൽ മാങ്കൂട്ടം കുറ്റവാളി അല്ലാതെ ആകുന്നില്ല എന്നുള്ള സത്യം കേരളം മറന്നു പോകരുത് എന്നൊരു ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താം.